നമ്മൾ വീണ്ടും റഹീമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് സന്തോഷത്തിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 34 കോടി രൂപയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ആ 34 കോടി രൂപയും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഭംഗിയായി നടന്നു. നമ്മൾക്ക് പ്രതീക്ഷിച്ച കളക്ഷൻ ലഭിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺവീനറും നമ്മളെ ലീഗൽ സൈഡിൽ നിന്നുള്ള വക്കീലും പിന്നെ വേങ്ങാട്ട് അഷ്റഫും ഒക്കെ ഉണ്ട്. ഇവർ കൂട്ടായി സംസാരിക്കുന്നതാണ്. പണമായിട്ട് വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ നന്ദി വേണമെന്നൊക്കെ അറിയില്ല. 2021 ഞങ്ങൾ ഈ കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവും ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. ത്രൂ എംബസി അത് ഞങ്ങൾ നാളെ കൂടി ആലോചിച്ച് നാളെ രാവിലെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നാളെ 10 മണിക്ക് യോഗം വിളിച്ച് ഇത്ര പെട്ടെന്നാവുന്ന അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നാളെ രാവിലെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിലല്ലേ പോയത്. ഇതിലും വലിയൊരു യുദ്ധം നടക്കാണ്ടോ? സാധാരണക്കാർ ഇതൊക്കെ ചെയ്തു. അതാണ് വലിയ സന്തോഷം. സാധാരണക്കാരുടെ വേർപ്പ് 18 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ഇതിന് തുടക്കം മുതൽ ഇതിന് ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്. അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അഷ്റഫ് വേങ്ങാടി കാര്യങ്ങൾ പറയും. അദ്ദേഹത്തെ ക്ഷണിക്കാം. അദ്ദേഹമാണ് KMCC നേതാവാണ്. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആപാലവൃതം വരുന്ന ജനസമൂഹം അവർ നെഞ്ചേറ്റിയ ഒരു വലിയ ദൗത്യമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ വഴിവെക്കാനുണ്ടായ കാരണം. അതിന് ഞങ്ങളോട് സഹകരിച്ചവർ ഒട്ടേറെ പേരാണ്. അത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യാവസായിക കായിക രംഗങ്ങളിലുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം. അവർ ആ ഒരു നേരം മുതൽ ഈ ഉമ്മയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ വാർത്ത ലോകമെങ്ങും എത്തിച്ചപ്പോൾ അതിൻ്റെ ആ കണ്ണീരിൽ നിന്ന് ഉതിർന്നു വീണ നാണയത്തൊട്ടുകളാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സന്തോഷ മുഹൂർത്തം ഒരുക്കിയത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എല്ലാവരോടും ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹത്തോടും ഞങ്ങൾ ഹൃദ്യമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇനി ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് അയക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. ഞങ്ങളുടെ ഈ കണക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് PMA അസോസിയേറ്റ്സിൻ്റെ CEO ആയ ബഹുമാന്യ ഷമീറാണ്. PM ഷമീർ ആ കാര്യം ഇവിടെ വിശദീകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്രവാസി സമൂഹം. റിയാദിലെ പ്രവാസി സമൂഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. വലിയൊരു 2006 മുതൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ റിയാദിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ട, റിയാദിലെ മാത്രമല്ല പ്രവാസ ലോകത്തുള്ള മൊത്തം ആളുകളും നമ്മുടെ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ റിയാദിലെ മലയാളി സമൂഹം ഏകദേശം 75ഓളം വരുന്ന സംഘടനകളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവർ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. റഹീമിന് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് വിധേനയും മോചിപ്പിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്ന ഉമ്മായുടെ അരികിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഈ ധൈര്യപൂർവ്വമുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ തുക ഏറ്റെടുക്കാൻ. ഈ വലിയ തുക 34 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്. 15 മില്യൺ റിയാൽ എന്ന് പറയുന്നതും വലിയ തുകയായിരുന്നു. ആ തുക ഏറ്റെടുത്തുകൊണ്ട് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവരോടുള്ള കടപ്പാടും കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ഈ ട്രസ്റ്റിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് വഴിയും ബാങ്കിലേക്ക് നേരിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 1 മണിക്കൂർ മുമ്പെയുള്ള കണക്ക് പ്രകാരം 31,41,46,568 രൂപ 31 crore 93,46,568. അതുകൂടാതെ പണമായി നേരിട്ട് എത്തിച്ചിട്ടുള്ള ഇങ്ങോട്ട് എത്തിച്ച പണം 2,52,00,000 രൂപയുമുണ്ട്. ഇത് 1 മണിക്കൂർ മുമ്പെയുള്ള ബാങ്ക് അക്കൗണ്ടും ഈ നിമിഷം വരെയുള്ള പണമായി ഏൽപ്പിച്ചവരുടെയും കണക്കാണ്. അങ്ങനെ നിലവിൽ 34,45,46,000
568 രൂപ 34 കോടി രൂപ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സംവിധാനത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 34,45,46,568 റുപ്പീസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിറ്റും എല്ലാവിധ വരവ് ചെലവ് കണക്കുകളും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കും. ഇതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക. ഒറ്റവാക്കി, ദിസ് ഈസ് ദി റിയൽ സ്റ്റോറി ഓഫ് കേരള. കേട്ടോ, ഇതാണ് ശരിക്കും കേരളത്തിന്റെ യഥാർത്ഥ ഞങ്ങളോട് പരമാവധി സഹകരിച്ച മാധ്യമങ്ങൾക്കും എല്ലാവർക്കും, ബ്ലോഗേഴ്സിനോടും എല്ലാവർക്കും, സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രാദേശിക കമ്മിറ്റികൾക്കും, വനിതാ കൂട്ടായ്മ എല്ലാം ഒറ്റവാക്കിൽ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ടീം ഇതിന്റെ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ ഒരു റിസൾട്ടിന് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയി ട്രാൻസാക്ഷൻസ് വരുന്ന സ്പൈൻ കോഡിന്റെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രാദേശിക ഊണും ഉറക്കും കഴിഞ്ഞ് 24 hours ഈ വീട് കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും പ്രാദേശിക കമ്മിറ്റിയും പ്രവർത്തിച്ച ആളുകൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാബ സമതടക്കമുള്ള എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ കമ്മിറ്റിക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു രാവും പകലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതൊരു 10-50 ചെറുപ്പക്കാർ മൊത്തം അതിന് രാപ്പകലും അധ്വാനിച്ച് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന്, ഈ കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വളരെ ദുഃഖത്തിന്റെ നിമിഷങ്ങൾ കടന്നുപോയി, ഇപ്പം കടന്നു പോകുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുക. നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി എല്ലാവരും റഹീം തിരിച്ചു വരുന്നവരെ പ്രാർത്ഥിക്കുക റഹീമിന് വേണ്ടിയിട്ട്. ഓക്കെ, സഹോദരൻ എന്തെങ്കിലും പറയാനുണ്ടോ? സമിതിയിൽ അംഗം പറഞ്ഞതുപോലെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി. ഇത് തന്നെയാണ്. 34 കോടി രൂപയായിരുന്നു ടാർജറ്റ്. അതും കഴിഞ്ഞിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസി സമൂഹത്തിൽ നിന്ന് ഇനിയും വരാനുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം അവിടേക്ക് സഹായമായി എത്തിയ ആളുകളോട് വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുന്നത്.